ഞാൻ ഒറ്റയ്ക്ക് പോവാം. എടി എനിക്കെന്താടി പുരസ്കാരം ഒന്നും കിട്ടാത്ത? നിനക്ക് ഇതിനേക്കാൾ വലിയൊരു പുരസ്കാരം കിട്ടാനാ. സരോവർ പുരസ്കാരം വാങ്ങാൻ തലസ്ഥാന നഗരിയിലേക്ക് പറക്കാൻ ഒരുങ്ങിക്കോ അഖിലേ. പക്ഷെ അത് വാങ്ങാൻ ഞാൻ അനുവദിക്കില്ല. അത് കൊന്നിട്ടാണെങ്കിലും. മീഡിയക്കാരെന്താ എവിടെ? നിങ്ങളെ ഞാൻ വിളിച്ചില്ലല്ലോ. മാഡം വിളിച്ചിട്ടല്ല, തൃച്ചംബരത്തെ അഖില മാഡം വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത്. വാട്ട്? എന്താ നോക്കുന്നത്? സംശയിക്കണ്ട, നിനക്ക് തന്നെ ബൊക്കെ വാങ്ങിച്ചു. എന്താ നീ ഇത്ര ആലോചിക്കുന്നേ? നിനക്ക് ഈ ബൊക്കെ ഇപ്പൊ തരുന്നത് എന്തിനാണെന്നല്ലേ? പറയാം. നീ എനിക്ക് പേരും പ്രശസ്തിയും പുരസ്കാരങ്ങളും നേടിത്തരുന്നില്ലേ? അതിനുള്ള സമ്മാനം. എന്നെ ലോകത്തിനു മുന്നിൽ വലിയവളാക്കുന്നവരെ ഞാനും ഒന്ന് ആദരിക്കണ്ടേ? ആരും അറിയാതെ വർഷാവർഷം 50 കോടിയിലേറെ രൂപ മുടക്കി സാമൂഹ്യ സേവനം നടത്തി വരികയായിരുന്നു ഞാൻ. അത് നീയായിട്ട് പത്രമാധ്യമങ്ങളെയും ഭരണാധികാരികളെയും അറിയിച്ച് എനിക്ക് അംഗീകാരങ്ങളും ബഹുമതികളും വാങ്ങിത്തന്നു. അതിന് എന്റെ വകയായിട്ടിരിക്കട്ടെ ഈ പൂച്ചുണ്ട്. മീഡിയക്കാർ നിൽക്കുന്നു, നമ്മൾ സുഹൃത്തുക്കളാണെന്ന് അവരെങ്കിലും കരുതിക്കോട്ടെ. ഇതങ്ങോട്ട് വാങ്ങിച്ചോട്ടെ. എന്റെ വളർച്ചയിൽ, അല്ല വെറും വളർച്ചയല്ല, അസൂയാവഹമായ വളർച്ചയിൽ നിന്റെ പങ്ക് വലുതാണ്. എന്നും എന്റെ വളർച്ചയ്ക്ക് നിന്നെ പോലൊരു എതിരാളി എനിക്ക് ആവശ്യമാണ്. എന്നെ ഇൻകം ടാക്സുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? എന്നാൽ എനിക്കെതിരെ തൊടുത്തുവിട്ട ആ അസ്ത്രം ഒരു ബൂമറാങ് പോലെ നിന്റെ നേരെ തന്നെ വന്നിരിക്കുക. ഇൻകം ടാക്സുകാരി എന്റെ പിറകെയല്ല, നിന്റെ പുറകെയാ. ഏതായാലും നാഗമഠത്ത് പ്രിയങ്ക പകൽക്കനാവ് കണ്ടതല്ലേ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കിനാവ് പാഴാക്കണ്ട. ഇപ്പൊ നിന്റെ കമ്പനിയുടെ എല്ലാ ഓഫീസുകളിലും മേളം നടക്കുക. കഥകളി മേളമൊന്നുമല്ല, ഇൻകം ടാക്സ് റെയ്ഡ്. ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ മാഡം? മാഡത്തിന്റെ കമ്പനിയിലെല്ലാം ഇൻകം ടാക്സ് റെയ്ഡ് നടക്കാണോ?
മാഡം, കമ്പനിയിൽ റെയ്ഡ് നടക്കുന്നു. മാനേജരായിരിക്കും. റെയ്ഡ് നടക്കുന്ന വാർത്തയായിരിക്കും അല്ലേ? ഓ കോൾ. നമ്മുടെ പ്രിയങ്ക ടെക്സ്റ്റൈൽസിലെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാഡം. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം മാഡം. ഞാനിത് നിന്നെ ആദരിക്കാൻ തന്ന ബൊക്കെയല്ല, നിന്റെ മൃതശരീരത്തിലേക്ക് വച്ച റീത്ത. ഓ ഗംഗ, ആന്റി ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ. ആന്റി, പുതിയ വെയർഹൌസിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്നാ എടുത്തിരിക്കുന്നത്? കട്ട് ചെയ്തേക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഗംഗ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കൺസ്ട്രക്ഷൻ നടക്കുന്ന വെയർഹൌസിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്നാ എടുത്തിരിക്കുന്നതെന്ന്. അത് ആന്റി എനിക്കറിയില്ല. കൊള്ളാം. പിന്നെ നീ എന്തിനാ കമ്പനി കയറി ഇറങ്ങുന്നേ? പാവപ്പെട്ട ദാസേട്ടന്റെ മേൽ പഴി ചുമത്താനോ? ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അറിയില്ലെന്ന് വെച്ചാ? ആന്റി ഞാൻ ഓക്കെ, നന്ദനെ വിളിച്ചു ചോദിക്കും. ആന്റി നന്ദന ഇവിടെ ഇല്ല, ഓഫീസിൽ പോയി. എങ്കിൽ നന്ദനയുടെ മൊബൈലിൽ വിളിച്ച് ചോദിക്ക്. ശരി. ഗംഗയാണല്ലോ. ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഹലോ ഗംഗ. നന്ദന പറയ്. ആന്റി ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, അതിന് വിളിച്ചതാ. ചോദിക്ക്. പുതിയ വെയർഹൌസ് ഓപ്പൺ ആവുന്ന ഡേറ്റ് അറിയാനാ. ഓ അതോ, December 13th. ഓക്കെ, താങ്ക് യു നന്ദന. ആന്റി December 30th. ഓപ്പണിംഗ് ടൈം എപ്പോഴാ? സോറി ആന്റി, സമയം ഞാൻ ചോദിച്ചില്ല. ഒന്നുകൂടി ഫോൺ ചെയ്ത് ചോദിക്ക്. ശരി ആന്റി. ഇവിടെ ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. ഇതെന്താ വീണ്ടും ഒരു വിളി? ഹലോ പറയൂ. ഒന്നുമില്ല നന്ദന, വെയർഹൌസ് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞല്ലോ, അതിന്റെ സമയം എപ്പോഴാന്ന് ചോദിക്കാൻ പറഞ്ഞു ആന്റി. ഈവനിങ് 4:30 വരെ സമയമുണ്ട്. അതിനകത്ത് ഓപ്പൺ ചെയ്താലേ അന്നത്തെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്ക് അടുക്കി വെക്കാൻ പറ്റും. ഓക്കെ നന്ദന. ആന്റി ഈവനിങ് 4:30 വരെ സമയമുണ്ട്. ഡേറ്റും സമയവും ചോദിച്ചപ്പോ ആ വെയർഹൌസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചില്ലേ നീ? ഞാൻ കുറച്ചുനാൾ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളായതൊക്കെ. അതിന്റെ കപ്പാസിറ്റി എത്രയാ? എയർ കണ്ടീഷൻ ചെയ്യാൻ പറ്റുമോ? എലിവേഷൻ എത്ര ടണ്ണാണ്? എത്ര ഫ്ലോറിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ അറിയണ്ടേ? ഇപ്പൊ ചോദിച്ചു പറയാ ആന്റി. നശിപ്പിച്ചു. എന്ത് പറ്റി ഗംഗ? എന്തിനാ വീണ്ടും വിളിച്ചേ? ആന്റി വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറഞ്ഞു, അതാ. അതിനെന്താ, ചോദിച്ചോ. അല്ല, ആന്റിക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതായിരുന്നല്ലോ.
ഓ, ആ സമയത്ത് ആന്റി തീർത്ഥാടനത്തിലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, പറഞ്ഞു. ഓക്കെ നന്ദന, താങ്ക്സ്. ഓക്കെ. ആന്റി, എന്താ ഗംഗ, ഈ ഡീറ്റെയിൽസ് ഒക്കെ നീ അറിഞ്ഞു വെക്കേണ്ടതല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം ചോദിക്കേണ്ടി വരാത്ത രീതിയിൽ നീ ഉത്തരം തരണം. നന്ദനയുടെ ഉത്തരവാദിത്തം ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ. വെറുതെ അല്ല അവൾ MBA ഗോൾഡ് മെഡലിസ്റ്റ് ആയത്. നന്ദനെ കണ്ടുപിടിക്കണം നീ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാ നീ. അതുകൊണ്ട് തന്നെ നന്ദനെ പോലെ ഓരോ കാര്യത്തിലും കാര്യഗൗരവം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിരിക്കണം. ഗംഗേ, ദേ നീ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടവളല്ല, തല ഉയർത്തി നിൽക്കാനുള്ളവളാ. അഖില പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ആ നന്ദനെ കണ്ട് പഠിക്കാൻ. ഇതിനെല്ലാം കാരണം അവള് തന്നെയാ, ആ നന്ദന. ഇടി കമ്പനി കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് അവള് നിന്നെ കൊച്ചാക്കിയത് കണ്ടില്ലേ? അല്ലെങ്കിൽ നീ ചോദിച്ചപ്പോ ആദ്യം തന്നെ അവള് മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തരാത്തത് എന്താ? ഇത് നിന്നെ അപമാനിക്കാൻ അവള് കരുതി കൂട്ടി ചെയ്തതാ. ആ ദേ, അവളെ അങ്ങനെ അങ്ങ് ജയിക്കാനൊന്നും വിടണ്ട. ഉത്തരയില്ലാതെ വിളറി വെളുത്ത് നീ തല കുനിച്ച് നിന്നതുപോലെ ആ നന്ദനയും തല താഴ്ത്തി നിൽക്കണോ ഇവിടെ? ദേ, അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം അഖിലയുടെ മുന്നിൽ വെച്ച് അവളോട് ചോദിക്കണം. ഉത്തരം കിട്ടാതെ അവള് തല കുനിച്ച് നിൽക്കുന്നത് അഖില കാണണം. എങ്ങനെ? ആന്റി പറഞ്ഞത് ശരി ആന്റി. അവളെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് ഞാൻ അനുഭവിച്ച അപമാനത്തിന് അവളോട് പകരം ചെയ്തിരിക്കും ഞാൻ. രണ്ടെണ്ണവും പരസ്പരം അടിച്ച് ചാകണം. ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെന്നായയായി വിലാസിനി ഉണ്ടാകും തൃച്ചംബരത്ത്. എന്താ ടേസ്റ്റ്! ഈ ഒരു ടേസ്റ്റ് ഒരു 5 സ്റ്റാറിലും കിട്ടില്ല. എടുക്ക്. ഇതെന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? മാങ്ങ, നല്ല ഉപ്പും മുളകും ഇട്ടത്. ദേ, ഈ പുളി ഉപ്പും എരിവും കൂടി എന്താ ഒരു കോമ്പിനേഷൻ! മാരക ടേസ്റ്റ് മച്ചു. എടുക്ക്, കഴിക്കൂ. ഞാൻ ചോദിച്ചോ നിന്നോട്? ഞാൻ എന്താ ഗർഭിണിയാണോ ഇത് കഴിക്കാൻ? എനിക്കങ്ങനെ കൊതിയൊന്നുമില്ല പച്ചമാങ്ങ കഴിക്കാൻ. അതൊന്നുമല്ല. ഈ മാങ്ങ ആര് പ്രിപ്പയർ ചെയ്തെന്ന് അറിഞ്ഞാ നീ കണ്ണിച്ചോരല്ലാതെ ഇങ്ങനെ പറയില്ല മോനെ. ഇതുണ്ടാക്കിയത് എന്റെ പെങ്ങളാ, അതായത് നിന്റെ കെട്ടിയോള്. എന്താ ഇനി കഴിച്ചൂടെ? വേണ്ട, നീ കഴിച്ചോ. ഞാൻ താഴെ പോയി കല്യാണിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചോളാം. സാധാരണ എന്തു കൊണ്ടുവന്നാലും എനിക്ക് തരാതെ കഴിക്കുന്നവന് ഇവനെന്തു പറ്റി? എന്തെങ്കിലും ആവട്ടെ.
ഹലോ പാചകറാണി. വല്യുഞ്ഞോ? ദേ, ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ ഒന്ന് കാത്തു നിൽക്കാൻ തുടങ്ങിയെന്നറിയോ? ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, കാര്യം കെട്ടിയോളൊക്കെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഓഹോ, അങ്ങനെ. അതിരിക്കട്ടെ, എന്താ വേണ്ടത്? എടുക്ക ഒരു പച്ചമാങ്ങ. അയ്യോ, ഞാൻ പച്ചമാങ്ങ അരിഞ്ഞ് ഉപ്പും മുളകും ഒക്കെ ഇട്ട് സുബ്രേട്ടന്റെ കയ്യില് അങ്ങോട്ട് കൊടുത്തു വിട്ടായിരുന്നല്ലോ. അത് അവന്റെ അനിയത്തി കൊടുത്തു വിട്ടാണെന്ന് പറഞ്ഞ് അവൻ തന്നെ തിന്നോണ്ടിരിക്കുക. എനിക്ക് വേറെ എടുക്കും. ഏയ് വേണ്ട വേണ്ട വേണ്ട, അത് അരിയൊന്നും വേണ്ട. പിന്നെ നീ അതിലൊന്ന് കടിച്ചിട്ട് പുളിയുണ്ടോ നോക്കിയിട്ടെങ്കിൽ തന്നാ മതി. എന്താ വല്യുഞ്ഞി ഇത് പറയുന്ന കേക്ക്? വേഗം കടിച്ചിട്ട് പുളിയുണ്ടോ നോക്കിത്താ. ഇത് ഭയങ്കര പുളിയ വല്യുഞ്ഞെ. ഞാൻ വേറെ മാങ്ങ എടുക്കാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, അത് മതി, അത് മാത്രം മതി. താ. ആ അങ്ങനെ വേണ്ട, നീ എറിഞ്ഞു തന്നാ മതി, ഞാൻ ക്യാച്ച് എടുക്കാം. പിടിക്കണം, ഇല്ലെങ്കിൽ താഴെ പോവും. ഓ, ക്യാച്ച് ഒന്നും മിസ്സാവില്ല, നീ ഇങ്ങോട്ട് എറിയ. പിടിക്കണേ. അരിഞ്ഞ മാങ്ങ അവൻ തിന്നട്ടെ. എന്റെ കെട്ടിയോട് കടിച്ച മാങ്ങ കഴിക്കാനാ എനിക്കിഷ്ടം. ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കല്യാണി അരിഞ്ഞു വന്ന് വിട്ട മാങ്ങ ഇവന് വേണ്ട. അവള് കൊടുത്ത പച്ചമാങ്ങ കടിച്ചു തിന്നണം. ഇതെന്തൊരു റൊമാൻസ്. മച്ചു, കട്ടുറുമായ കൊല്ലുന്നില്ല ഞാൻ. പോ. എന്റെ മാവും പൂക്കും. പോടാ. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ അന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ ഒരു സ്പെഷ്യൽ ആഭരണത്തെ കുറിച്ച്? അതിന്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് വർക്കൊക്കെ ആയിട്ട്. ഹായ് ആന്റി. നന്ദന, ഇന്ന് എന്താ ഇത്ര വൈകിയത്? ഒന്നുമില്ല ആന്റി, ഓഫീസിൽ ഇന്ന് ഓഡിറ്റ് ആയിരുന്നു. ഇരിക്കെ. നന്ദന, എനിക്ക് ഷെയർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു ഗൈഡൻസ് തരാൻ പറ്റുമോ? സോറി ഗംഗ, ഷെയർ മാർക്കറ്റിംഗിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല. അങ്ങനെയൊന്നും പറയരുത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകൾക്ക് ഷെയർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് നാണക്കേട്. ഒരു കാര്യം ചെയ്യ്, ഷെയർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നന്ദന, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ പോരാ, ഷെയർ മാർക്കറ്റിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഗംഗ പറയുന്നത് കേട്ട് പഠിക്കും. കമോൺ.